കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയ പാലിയത്ത് രവിയച്ചന് നാട് ഇന്ന് വിട നൽകും. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് ചേന്ദമംഗലം പാലിയം തറവാട് ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. എസ് ശ്രീകാന്ത് പാലിയത്ത് രവിയച്ചൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. യഥാർത്ഥത്തിൽ സങ്കടകരമായ വാർത്തയാണ്. കാര്യം നമ്മുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ വലിയൊരു പേരുണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. ഞാനിപ്പോൾ നിൽക്കുന്നത് രവിയച്ചൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തറയിലെ മകൻ്റെ വീട്ടിലാണ്. ഇന്നലെ രാത്രി ഈ മകനൊപ്പം ഈ തൃപ്പൂണിത്തറയിലെ വസതിയിൽ താമസിച്ചു വരവെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത്. 96 വയസ്സായിരുന്നു രവിയച്ചൻ്റെ പ്രായം. വീട്ടിലും തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബിലും ഇന്ന് 11 മണിക്ക് പൊതുദർശനം നടക്കും. ഇപ്പോൾ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത്. 9:30 ഇവിടെ നിന്നും തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെയാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പൊതുദർശനം പ്രധാനമായി ഏറെക്കുറെ ഒരു 1-1:30 വരെ ഈ പൊതുദർശനം അവിടെ നീണ്ടു നിൽക്കും. അവിടെ നിന്നും പിന്നീട് ഈ ഭൗതിക ശരീരം ചേന്ദമംഗലത്തെ പാലിയം തറവാട്ടിൽ എത്തിക്കും. 3 മണിക്കാണ് അവിടെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ ഇതാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ. ഇനി അദ്ദേഹത്തിന്റെ ഈ സംഭാവനകളിലേക്ക് വരികയാണെങ്കിൽ, കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കാളിയായ അദ്ദേഹം 1952 മുതൽ 17 വർഷം ഈ രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ട്. കേരളം ആദ്യമായി രഞ്ജി ട്രോഫി മത്സരം വിജയിച്ചപ്പോൾ അതിന്റെ ടീം അംഗം കൂടിയായിരുന്നു രവിയച്ചൻ. 55 ഒന്നാം ക്ലാസ് മത്സരങ്ങളിൽ നിന്നും നേടിയ 1107 റൺസും 125 വിക്കറ്റുമായി സംസ്ഥാനത്തെ ആദ്യ ഓൾറൗണ്ടർ ക്രിക്കറ്റർ എന്ന പദവിയും അദ്ദേഹം സ്വന്തമാക്കി. 2 തവണ കേരളത്തിന്റെ ക്യാപ്റ്റനായി. തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബ്ബ് ആയിരുന്നു രവിയച്ചന്റെ തട്ടകം. തൃപ്പൂണിത്തറ കോവിലക തനിയൻ തമ്പുരാന്റെയും എറണാകുളം ചേന്ദമംഗലത്ത് പാലിയം തറവാട്ടിൽ കൊച്ചുകുട്ടി കുഞ്ഞമ്മയുടെയും മകനായി 1928 മാർച്ച് 12-നായിരുന്നു രവിയച്ചന്റെ ജനനം. വലിയ വിയോഗമാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തുടങ്ങി വലിയ പൗരാവലി ഇന്ന് തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബിൽ രവിയച്ചന് അന്തിമോപചാരം അർപ്പിക്കും. 11 മണിക്കാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. പാലിയത്തെ രവിയച്ചൻ്റെ നിര്യാണം വലിയൊരു സങ്കടകരമായ സാഹചര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ ക്രിക്കറ്റ് ഇതിഹാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിഹാസം ഉണ്ടാക്കിയവരിൽ ഒരാൾ തന്നെയാണ് രവിയച്ചൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 24 ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.